ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സിമ്പിളായി ഒരു കോളിഫ്ലവർ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. കോളിഫ്ലവറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടിയിട്ടാണ് ഈ കറി വയ്ക്കുന്നത്. നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ, ഡിന്നറിനൊക്കെ എടുക്കാൻ നല്ലൊരു കറിയാണ്. കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇതിനകത്തിലുള്ള കീടങ്ങളൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട്, ചെറിയ ഉരുളക്കിഴങ്ങാണ്, 2 എണ്ണം എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി എടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ എല്ലാം നല്ലതായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും നല്ലതായിട്ട് കഴുകിയെടുത്ത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴുകിയാൽ അതിനകത്തിലെ കീടങ്ങളൊക്കെ നല്ലതായിട്ട് മാറിക്കിട്ടും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെറിയ കീടങ്ങൾ കാണുമല്ലോ, അതൊക്കെ ശരിക്കും മാറിക്കിട്ടും. കുറേ നേരം വെള്ളത്തിലിട്ട് വയ്ക്കുകയും വേണം. ഇനി നമുക്കൊരു 4 പച്ചമുളക് എടുക്കാം. 4 പച്ചമുളകും അതുപോലെ തന്നെ ഒരു വലിയ സവാളയും കൂടി അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 സ്പൂൺ വേണം. പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നല്ലതായിട്ട് ചൂടായി വരുന്ന സമയം നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് നന്നായി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെയും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് പൊടികളാണ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റുക. അപ്പോൾ ഇതെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇതിൻ്റെ അകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ മസാലയെല്ലാം ഈ കോളിഫ്ലവറിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും ഒക്കെ നല്ലതായിട്ട് പിടിച്ചു വരും. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിനകത്തിൽ ഉള്ള കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതിന് മുമ്പേ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. 1/4 സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിലൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ കോളിഫ്ലവറൊക്കെ ഒരുമാതിരി ഒന്ന് വെന്ത് വരും. അതുപോലെ തന്നെ ഇതിനകത്തിലൊക്കെ വെള്ളമൊക്കെ കുറേയൊക്കെ അങ്ങ് പറ്റുകയും ചെയ്യും. ഈ സമയം നമ്മൾ ഒരു കപ്പോളം വെള്ളം ചൂടാകാനായിട്ട് വയ്ക്കണം. ഈ ചൂടായ വെള്ളം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിന് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനിയും വീണ്ടും ഇത് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേനും നമുക്ക് ഒരു പഴുത്ത തക്കാളി നല്ലതായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരിക. എന്നിട്ടിത് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി ഈ ഗ്രേവി നല്ല ആ തക്കാളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നതിന് വേണ്ടി ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെയൊക്കെ ഒന്ന് അടച്ചു വെച്ച് ആവിക്കകത്തിലൊക്കെ ഒന്ന് വെച്ച് ഒന്നുകൂടെയൊക്കെ ഒന്ന് വേവിക്കുമ്പോഴത്തേനും ഈ ഗ്രേവി ഇതെല്ലാം ഒന്ന് പിടിച്ചു വരും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് കറി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിനകത്തിലേക്ക് കടു വറുത്തിടണമെങ്കിൽ നമുക്ക് കടു വറുത്തിടാം. അല്ലാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇച്ചിരി കടു വറുത്തൊക്കെ ഇടുകയാണ്. അപ്പോൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് കടു വറുത്ത് ഇടാം. കണ്ടില്ലേ, നല്ലൊരു സൂപ്പർ കറിയാണ് ഇത്. നമുക്ക്
ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് നന്ദി. എല്ലാവർക്കും നമസ്കാരം.